ഗാസയിൽ എത്താൻ ശ്രമിച്ച ആക്ടിവിസ്റ്റുകളെ കടലിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ഇസ്രായേൽ ബോട്ടുകൾ പിടിച്ചെടുത്തു. വെടിയേൽക്കാതിരിക്കാൻ ആക്ടിവിസ്റ്റുകൾ കൈകൾ ഉയർത്തി കമിഴ്ന്നു കിടന്നു. ഗാസയിലേക്ക് വരുന്നവരെ ഹമാസിനായി യുദ്ധത്തിനായി ചേരാൻ വരുന്നവരായി കണക്കാക്കുമെന്ന് IDF മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരെ അതായി കണക്കാക്കി നേരിടുമെന്ന മുന്നറിയിപ്പാണ് IDF നൽകിയിരിക്കുന്നത്. ഗാസയിലേക്ക് സഹായമായി പോയ ബോട്ടുകളുടെ വ്യൂഹത്തെയും ഇസ്രായേലി നാവികസേന തടഞ്ഞു വെക്കുകയും നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രെറ്റ ട്യൂബെ ഉൾപ്പെടെയുള്ളവരെ തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹമാസിന് അവസാനത്തെ അന്ത്യശാസനവും നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ആയുധം വെച്ച് കീഴടങ്ങാത്ത പക്ഷം സർവനാശത്തിലേക്ക് കടക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ട്രംപ് കഴിഞ്ഞ ദിവസം നൽകിയത്. ട്രംപ് നൽകിയ സമയപരിധിയും അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ ഇതുവരെ സമാധാന കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതിനെല്ലാം ഇടയിലാണ് ഗാസയിലേക്ക് സഹായവുമായി ബോട്ടുകൾ എത്തുന്നത്. ഇതിനു മുൻപും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ ഗാസയിൽ സഹായവുമായി എത്തുന്ന ബോട്ടുകൾ ലക്ഷ്യമാക്കി ഹമാസ് തീവ്രവാദികൾ ആയുധം കടത്തുന്നുണ്ട് എന്നത്. ഇത് IDF സേന ഒരിക്കൽ ചേർത്തതാണ്. വീണ്ടും അവർ മറ്റൊരു യുദ്ധത്തിനായി കോപ്പ് കൂട്ടുകയാണോ, അതിനായിട്ടാണോ നിരവധി ആളുകളെ അവിടേക്ക് എത്തിക്കുന്നതെന്നും സംശയങ്ങൾ നിഴലിക്കുന്നു. ആ ബോട്ടുകളിൽ ആയുധങ്ങൾ കടത്താനുള്ള ശ്രമമാണോ നടത്തുന്നതെന്നും അന്വേഷിച്ചു വരികയാണ്. ആക്ടിവിസ്റ്റുകൾ എന്നല്ല, ഗാസയിലേക്ക് എത്തുന്നവരെ ഹമാസിന്റെ ആളുകളായി തന്നെ കണക്കാക്കുമെന്നും ഇത് അവരുടെ ജീവന് തന്നെ ആപത്താണ് എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇസ്രായേൽ സേന നൽകിയിരിക്കുന്നത്. ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടിലയുടെ ഭാഗമായ നിരവധി ബോട്ടുകൾ സുരക്ഷിതമായി തന്നെ തടഞ്ഞു നിർത്തിയെന്നും അതിലുണ്ടായിരുന്നവരെ ഇസ്രായേലി തുറമുഖത്തേക്ക് മാറ്റുകയാണ് എന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ബോട്ടുകൾ സംഘർഷ മേഖലയിലേക്ക് പ്രവേശിക്കുകയായിരുന്നതിനാൽ തന്നെ അവയോട് ഗതി മാറി സഞ്ചരിക്കാൻ നാവികസേന ആവശ്യപ്പെട്ടിരുന്നതായും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഇസ്രായേലി സൈന്യം ബോട്ടിന്റെ ആ ഒരു ഡെക്കിലിരിക്കുന്ന ട്യൂബയ്ക്കെതിരെ വെള്ളവും ജാക്കറ്റും കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളും ഈ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം ഈ നടപടി നിയമവിരുദ്ധവും ധാർഷ്ട്യവും നിറഞ്ഞതുമായ പ്രവൃത്തിയാണ് എന്നും ഇപ്പോൾ ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില അധികൃതർ ആരോപിക്കുകയാണ്. പായ്ക്കപ്പലുകളും ബോട്ടുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘത്തെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇത്തരം ഒരു സംഘമാണ് GSF എന്ന് പറയുന്നത്. ഫ്ലോട്ടില്ലയിലെ ഒരു കപ്പലിനെ കടലിൽ വെച്ച് തന്നെ മനഃപൂർവ്വം ഇടിച്ചുവെന്നും മറ്റൊരു ബോട്ടുകൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചുവെന്നും ഈ സംഘം ആരോപിക്കുന്നുണ്ട്. ഗാസ പട്ടിണിയിലും ഒറ്റപ്പെടലിലും തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിനിവേശ ശക്തി ഏതറ്റം വരെയും പോകുമെന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നതെന്നും GSF സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്. 44 യാനങ്ങളാണ് ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടിലയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ ഇസ്രായേൽ തടഞ്ഞതായും വിവരമില്ല. ഗ്രെറ്റയും സുഹൃത്തുക്കളും സുരക്ഷിതരും ആരോഗ്യവാന്മാരുമാണ് എന്ന് വ്യക്തമാക്കിയ ഇസ്രായേൽ GSFന്റെ നീക്കം പ്രകോപനകരമാണ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. സംഘത്തിന്റെ പ്രധാന ബോട്ടുകളായ അൽമ, സൂരിയാസ്, അഡാറ എന്നിവയുൾപ്പെടെ തന്നെ നിരവധി ബോട്ടുകൾ തടഞ്ഞു നിർത്തി അവയിൽ സൈന്യം പ്രവേശിച്ചതായും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അപകട സന്ദേശങ്ങൾ തടയുന്നതിനും നിയമവിരുദ്ധമായ ബോട്ടിൽ പ്രവേശിക്കുന്നതിനുമായി തന്നെ ലൈവ് സ്ട്രീം തടസ്സപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ സൈന്യം ഇവയിൽ നിന്ന് ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാക്കിയതായും ഇവർ ആരോപണം ഉന്നയിക്കുന്നു. ഗാസൻ തീരത്ത് അവിടെ നിന്നുകൊണ്ട് തന്നെ 70 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ നാവികസേന ഫ്ലോട്ടില്ലയെ തടഞ്ഞതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെയോട് കൂടി തന്നെ ഇവരുടെ വ്യൂഹം ഗാസയിൽ എത്തുമെന്നതായിരുന്നു സംഘം പ്രതീക്ഷിച്ചിരുന്നത്. ഇസ്രായേൽ ഫ്ലോട്ടില്ലയെ തടഞ്ഞതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ഗ്രീസ്, ഇറ്റലി, ടുണേഷ്യ, തുർക്കി എന്നിവിടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. ഇതിന് പിന്നാലെയാണ് കൊളംബിയൻ പ്രസിഡന്റ് രാജ്യത്ത് അവശേഷിക്കുന്ന എല്ലാ ഇസ്രായേലി നയതന്ത്രജ്ഞരെയും പുറത്താക്കുകയും സംഭവത്തെ നെതന്യാഹുവിന്റെ അന്താരാഷ്ട്ര കുറ്റകൃത്യം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. 2020 മുതൽ തന്നെ നിലവിലുള്ള ഇസ്രായേലുമായുള്ള കൊളംബിയയുടെ സ്വതന്ത്ര വ്യാപാര കരാറും ഇവർ റദ്ദാക്കുകയും ചെയ്ത വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.